ഇപ്പൊ ഫൂപ്പയും വിഷമിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുന്നത്. അപ്പോഴാണ് അവന്റെ കൂട്ടുകാരൻ വിളിച്ചിട്ട്, എടാ നീ എവിടാടാ, എനിക്കൊരു സഹായം ചെയ്യാവോ? നിന്റെ ഗേൾ ഫ്രണ്ട് സീറ്റും ഇല്ലേ, അവളുടെ റൂമിൽ തന്നെ വേറൊരു പെണ്ണുണ്ടല്ലേ, കാണാൻ നല്ല ലുക്കായിട്ട്. അവളെ ഞാൻ എങ്ങനെയൊക്കെ മടക്കാൻ നോക്കുക. അവൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സീറ്റിനോട് ചോദിച്ച് എന്നോട് പറ എന്തെങ്കിലും ഇവനും പറഞ്ഞോണ്ടിരിക്കും. ഇതൊക്കെ കേട്ട് നമ്മുടെ ഫൂപ്പയും, പക്ഷേ എടാ ഞാൻ വിളിച്ചിട്ട് സീറ്റ് ഒന്നും ഫോൺ എടുക്കുന്നില്ല എന്തെങ്കിലും ഇവൻ പറയും. അപ്പൊ അവനും ചോദിക്കും, നിങ്ങൾ തമ്മിൽ എന്തോടെ പ്രശ്നം എന്തെങ്കിലും ചോദിക്കും. അപ്പൊ നമ്മുടെ ഫൂപ്പയും ഒന്നും സംസാരിക്കാതെ ഫോണും കട്ട് ചെയ്യും. ഇപ്പൊ നമ്മുടെ വി സിയും അത് മാത്രമല്ല വേറൊരു പയ്യനും ഇവർ മൂന്നുപേരും കൂടെ ലാബ് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പോഴാണ് വീട് റിസൾട്ട് വരുന്നത്. അവൻ ഇങ്ങനെ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കും. ഇത് കണ്ടിട്ട് മറ്റേ പയ്യനും, പ്രൊഫസർ ഇവ ലാബ് ചെയ്യുമ്പോൾ ഇരുന്ന് മൊബൈൽ നോക്കുന്നത്, മൊബൈൽ ഇവിടെ അനുവദിക്കത്തില്ലെന്ന് സാറ് പറഞ്ഞില്ലേ, ഇവനെന്തോ ഇപ്പൊ നോക്കുന്നത് എന്നിങ്ങനെ അവനും ചോദിക്കും. കാരണം അവന് നമ്മുടെ വി കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്നുണ്ട്, അവന് കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ട്. അപ്പൊ പ്രൊഫസറും പറയും, അതിന് ഞാൻ എപ്പോഴാ പറഞ്ഞ മൊബൈൽ യൂസ് ചെയ്യേണ്ടതെന്ന് എന്നിങ്ങനെ പ്രൊഫസറും ചോദിക്കും. ഇത് കേട്ട് സിയും ചിരിക്കും. അപ്പൊ അവൻ ചോദിക്കും, നീ എന്തിനാണ് ചിരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ വിയും ചോദിക്കും, എടാ നീ മറ്റേ എക്സാം എഴുതിയില്ലായിരുന്നോ, അതിന്റെ റിസൾട്ട് വന്ന് എന്നിങ്ങനെ പറയും. അപ്പൊ പെട്ടെന്ന് അവന്റെ മൊബൈൽ എടുത്തിട്ട് നോക്കാൻ പോകുമ്പോൾ നമ്മുടെ പ്രൊഫസറും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇത് കണ്ടിട്ട് അവനും, ഞാൻ നോക്കുന്നില്ല, ഞാൻ പിന്നെ നോക്കിക്കോളാം, എനിക്ക് ലാബ് ആദ്യം മെയിൻ എന്നിങ്ങനെ പറയും. അപ്പൊ പ്രൊഫസറും പറയും, കുഴപ്പമില്ല 5 മിനിറ്റ് നിങ്ങൾക്ക് റെസ്റ്റ് ആയിരുന്നു, റിസൾട്ട് ആണെങ്കിൽ നോക്കിക്കോ എന്നിങ്ങനെ പറയും. അതിന് ശിവനും പെട്ടെന്ന് റിസൾട്ട് നോക്കിയിട്ട്, ഞാനാടാ ഫസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മുടെ വീടെ ഫ്രണ്ടിൽ ചെന്നിട്ട്, എടാ എനിക്ക് 637 മാർക്കുണ്ട്, നിനക്കെത്ര എന്നിങ്ങനെ അവന് ഷോ കാണിച്ചോണ്ടിരിക്കും. അപ്പൊ നമ്മുടെ വി അവന്റെ മൊബൈലിൽ കാണിക്കും. അപ്പോഴാണ് അവനും വായിച്ചു നോക്കുന്നത്, എന്തുവാ 671? കുഴപ്പമില്ല, എന്റെ അത്ര ഒന്നും ഇല്ല, എന്നാ ശരി എന്നിങ്ങനെ അവനും ചമ്മിപ്പോവും. ഇപ്പൊ നമ്മുടെ സീറ്റിനെ കാണിക്കുന്നത്, സീറ്റു പഴയ കമ്പനിയിൽ നിന്ന് മാറിയിട്ട് വീണ്ടും വേറൊരു കമ്പനിക്ക് തരും. ഇതൊരു പരസ്യം നടത്തുന്ന കമ്പനിയാണ്. അങ്ങനെ ഇവൾ ആ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവളുടെ അമ്മ ഫോൺ വിളിച്ചിട്ട്, എടി സീറ്റു നീ ഇപ്പൊ എവിടാ, ഞാൻ നിന്നെ കാണാൻ വേണ്ടി വീട്ടിൽ വരുക എന്നിങ്ങനെ പറയും. ഇത് കേട്ട് നമ്മൾ സീറ്റു ഞെട്ടിയിട്ട്, എന്തുവാ എന്നെ കാണാൻ വീട്ടിലോ, അമ്മ എന്തിനാ ഇങ്ങനെ വിളിച്ചു പറയാതെ പെട്ടെന്ന് വരുന്നത്, ഞാനിപ്പോ വേറെ കമ്പനിയിലെ ജോലി എന്ന് എന്തെങ്കിലും സീറ്റും പറയും. ഇത് കേട്ട് നമ്മുടെ അമ്മയും, എടി നീ വിയും കൂടെ വിളി, നമുക്ക് 3 നേരം കൂടെ റെസ്റ്റോറൻറ്റ് ചെന്ന് ഫുഡ് കഴിക്കാം എന്നിങ്ങനെ പറയും. ഇത് കേട്ട് സീറ്റും, എന്തുവാ വിയെ വിളിക്കാനോ, അവൻ ബിസി ആയിരിക്കും അതുകൊണ്ട് അവൻ വരത്തില്ല എന്നിങ്ങനെ നമ്മുടെ സീറ്റും പറഞ്ഞിട്ട് ഫോൺ കിട്ടിയും. അതിനുശേഷം സീറ്റു അവളുടെ അമ്മയെ കാണാൻ വേണ്ടി പോകും. അങ്ങനെ ഇവർ രണ്ട് റെസ്റ്റോറന്റിൽ നിന്ന് ഫുഡ് കഴിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് നമ്മുടെ അമ്മയും ചോദിക്കുന്നത്, എടി നീ എന്തിനാടി വി ഇവിടെ വിളിക്കാത്ത, അവൻ നിനക്ക് വേണ്ടി അവിടെ താമസിക്കാൻ സ്ഥലമൊക്കെ തന്നല്ലേ, അവനും കൂടെ വിളിക്കാത്ത മോശമായി പോയി എന്നിങ്ങനെ അമ്മയും പറയും. ഇത് കേട്ട് നമ്മുടെ സീറ്റും, അവൻ ബിസി ആയിരിക്കും അമ്മേ, അവൻ ഇങ്ങനെ പഠിത്തമൊന്നും വേസ്റ്റ് ആക്കിയിട്ട് നമ്മളോട് വരത്തില്ല എന്നിങ്ങനെ പറയും. അപ്പൊ നമ്മുടെ അമ്മയും, എന്നാ ശരി വാ നമുക്ക് വീട്ടിൽ പോകാം എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് അങ്ങ് പോകുന്നത്. അങ്ങനെ നമ്മുടെ സീറ്റിന്റെ അമ്മയും വിയെ കണ്ടിട്ട്, എടാ നീ ഇത്രയും വളർന്നോ, നീ കൊച്ചു പ്രായത്തിരിക്കുമ്പോൾ നിന്നെ പൊക്കിക്കൊണ്ട് അടഞ്ഞ, അപ്പോഴേക്ക് നീ എന്റെ നൈറ്റ് ഇങ്ങനെ എപ്പോഴും പെടുത്തൊഴിക്കും, പക്ഷെ ഇപ്പൊ നീ അങ്ങ് വളർന്നല്ലേ എന്നിങ്ങനെ പറയും. ഇതൊക്കെ ഇട്ട് നമ്മുടെ സീറ്റ് ഇങ്ങനെ ചിരിക്കും. അതിനുശേഷം അമ്മയും ചോദിക്കുന്നു, വി നിനക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കും. അപ്പൊ അവനും പറയും, എനിക്ക് ഗേൾ ഫ്രണ്ട് ഒന്നുമില്ല എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ അമ്മയും, അതെന്തോ മോനെ നീ എപ്പോഴും ഇങ്ങനെ പഠിത്തത്തിൽ കോൺസെൻട്രേഷൻ ചെയ്യില്ലേ, ഒരു ഗേൾ ഫ്രണ്ട് ഒക്കെ വേണം എന്ന് പറഞ്ഞിട്ട് അമ്മയും നൈസിന് ഇങ്ങനെ സീറ്റിനെയൊക്കെ നോക്കും. അതിനുശേഷം നമ്മുടെ അമ്മയും പറയും, ഇത് കണ്ടോ സീറ്റിനും ബോയ് ഫ്രണ്ട് ഇല്ല, നിങ്ങൾ രണ്ടുപേരും ഒത്തുചേരും എന്നിങ്ങനെ നമ്മുടെ അമ്മയൊക്കെ പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ സീറ്റ് ഇത് കിട്ട്, അമ്മേ ഒന്ന് മിണ്ടാരി എന്നിങ്ങനെ പറയും. അതിനുശേഷം അമ്മ അവരുടെ ബാഗിൽ ഇരുന്ന് കുറച്ച് വാൾനട്ട്സ് എടുക്കും. എന്നിട്ട് പറയും, ഈ വാൾനട്ട്സ് കഴിച്ചാൽ നിന്റെ ബ്രെയിനിന് നല്ല പവർ കിട്ടും എന്നിങ്ങനെ പറയും. വാൾനട്ട്സും ഒരു കണക്കുള്ള ഒരു അണ്ടിപ്പരിപ്പാണ്. അതിനുശേഷം നമ്മുടെ അമ്മയും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ കുക്ക് ചെയ്യാൻ പോകുന്നു. ഇപ്പൊ നമ്മുടെ ഫൂപ്പയെ സീറ്റ് വി ആയിട്ടിരിക്കുന്നതൊക്കെ ആലോചിച്ചിട്ട് ഇവനും വിഷമത്തി കുറെ ബിയറൊക്കെ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും. അതേ സമയത്ത് തന്നെ അവിടെ സീറ്റിന്റെ ഫ്രണ്ടും ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി വരും. അപ്പൊ ഇവളും ഫൂപ്പ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് അവളും ഫുഡ് വാങ്ങിച്ചിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവിടുത്തെ സ്റ്റാഫ് വേറൊരുത്തമാർ ഇങ്ങനെ ബിയറും കുടിച്ചോണ്ടിരിക്കും. അവന്മാരിങ്ങനെ ഇടിക്കും. അപ്പൊ അവന്മാരും, എന്റെ ബിയറൊക്കെ തട്ടിയിട്ട് മര്യാദയ്ക്ക് പൈസ തന്നണം എന്നിങ്ങനെ അവന്മാരും പറയും. അപ്പോഴാണ് അവന്മാര് നമ്മുടെ സീറ്റിന്റെ ഫ്രണ്ടിൽ നോക്കിയിട്ട്, എടി നീ എനിക്ക് പൈസ അടി എന്ന് പറഞ്ഞിട്ട് അവളോട് ചോദിക്കും. ഇത് നമ്മുടെ ഫൂപ്പയും കണ്ടിട്ട് അവന്മാരെടുത്ത് തന്നിട്ട്, ഇന്നാ എന്റെ പേഴ്സ് എടുത്തോ, ഇതിൽ നിന്ന് എല്ലാ പൈസ നീ എടുത്തോ എന്ന് അവനും പറഞ്ഞിട്ട് സീറ്റിന്റെ ഫ്രണ്ടിനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകുന്നത്. അപ്പോഴാണ് നമ്മുടെ സീറ്റിന്റെ ഫ്രണ്ടും ചോദിക്കുന്നത്, എടാ നിനക്കെന്താ പറ്റി, നീ എന്തിനാ ഇങ്ങനെ കുടിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കും. അപ്പൊ നമ്മുടെ ഫൂപ്പയും പറയും, അതൊന്നുമില്ല, എന്റെ എക്സാമിന്റെ റിസൾട്ട് വന്ന് അത് തോറ്റോണ്ട് ഞാൻ ഇങ്ങനെ കുടിക്കുന്നത് എന്നിങ്ങനെ അവനും കള്ളം പറയും. ഇത് കേട്ടവളും, എക്സാം തോറ്റോണ്ടാണോ, നീ അതിനൊന്നും വിഷമിക്കണ്ടാ, അതിനുവേണ്ടി നീ എന്തിനാ ഇത്രയും കുടിക്കുന്നത്, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം എന്നിങ്ങനെ അവളും പറയും. അപ്പൊ അവനും, അതൊന്നും വേണ്ട, എനിക്കൊന്നും കുഴപ്പമില്ല എന്നിങ്ങനെ പറയും. അപ്പൊ സീറ്റിന്റെ ഫ്രണ്ടും, എന്നാ ശരി നീ ഒരുപക്ഷെ എന്റെ കൂടെ എക്സാമിന് പഠിക്കുവാണെങ്കിൽ ഞാൻ നിന്നെ സീറ്റിന്റെ വീട്ടിൽ കൊണ്ടുപോകും എന്നിങ്ങനെ പറയും. ഇത് കേട്ടവനും, സീറ്റു ശരി ഞാൻ നിന്റെ കൂടെ പഠിക്കാം എന്നിങ്ങനെ ഫൂപ്പയും പറയും. ഇപ്പൊ വി ആ അണ്ടിപ്പരിപ്പ് ഡോറ് വെച്ച് ഇങ്ങനെ പൊട്ടിച്ചോണ്ടിരിക്കും. ഇത് നമ്മുടെ സീറ്റും കണ്ടിട്ട്, നീ എന്ത് ഇവിടെ വെച്ച് പൊട്ടിക്കുന്നത്, നിനക്ക് ഇത് പൊട്ടിക്കാൻ പോലും അറിയത്തില്ലല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അതിങ്ങനെ പൊട്ടിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് നമ്മൾ സീറ്റിന്റെ അമ്മ വന്നിട്ട്, നിങ്ങൾ രണ്ടും ഇവിടെ എന്തോ ചെയ്യുന്നത് എന്നിങ്ങനെ അവരും നോക്കിയിട്ട്, ഇത് ഇങ്ങനെയൊന്നുമില്ല പൊട്ടിക്കുന്നത്, ഇത് കണ്ടോ ഈ താക്കോൽ ഇതിന് നടുക്ക് വെച്ചിട്ട് ഇങ്ങനെ പൊട്ടിക്കണം എന്നിങ്ങനെ അവരും പറഞ്ഞു തന്നിട്ട് ഇവർ 3 പേരും കൂടെ ഇങ്ങനെ ഫുഡ് കഴിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ സീറ്റിന്റെ അമ്മയും, എനിക്ക് നല്ല ടയർഡാ, ഞാൻ ചെന്ന് കിടക്കട്ട് എന്നിങ്ങനെ പോകാൻ പോകും. അപ്പൊ നമ്മുടെ സീറ്റും, അമ്മ ഇവിടെ കിടക്കാൻ പോകുന്നു, അമ്മയുടെ ഉദ്ദേശം എന്തോ ഇവിടെ തന്നെ താമസിക്കാനാണോ, അമ്മ ഇവനെ കാണാൻ വേണ്ടിയല്ലേ വന്നേ, ഇപ്പൊ കണ്ടല്ലേ തിരിച്ച് വീട്ടിൽ പോ, ഇല്ലെങ്കിൽ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഇവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് അവിടെ പോവാം എന്നിങ്ങനെ പറയും. അപ്പൊ നമ്മൾ സീറ്റിന്റെ അമ്മയും, എടി ഈ വീടിന്റെ ഉടമസ്ഥൻ പോലും ഒന്നും പറയുന്നില്ല, നീ എന്തിനാ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കും. അപ്പൊ നമ്മുടെ വിയും, കുഴപ്പമില്ല ആന്റി അവിടെ തന്നെ കിടന്നോ എന്നിങ്ങനെ പറയും. ഇത് കേട്ടവളും, എടാ എന്നിങ്ങനെ അവളിങ്ങനെ നോക്കും. ഇപ്പൊ അടുത്ത ദിവസം രാവിലെ നമ്മുടെ സീറ്റിന്റെ അമ്മയും, എടി സീറ്റു എഴുന്നേക്കടി, ഇത്ര സമയമായിട്ട് നീ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നോ എന്ന് പറഞ്ഞിട്ട്
പറഞ്ഞ് നമ്മുടെ സീറ്റിനെ അടിച്ചിങ്ങനെ വിളിക്കുന്നത്. അവളും എന്റെ അമ്മയെ ഒന്ന് പോയി തരാവോ, ഞാനൊന്ന് കിടക്കട്ട് എന്നിങ്ങനെ അവളും പറഞ്ഞോണ്ടിരിക്കും. അപ്പോഴാണ് സീറ്റിന്റെ അമ്മയും എടി പെട്ടെന്ന് എഴുന്നേക്കടി, നിന്നെ വിളിച്ച് വിളിച്ച് ഇപ്പൊ മിക്കവാറും വി എഴുന്നേക്കും എന്നിങ്ങനെ പറയും. അപ്പോഴാണ് വിയെ കാണിക്കുന്നത്. വി സൗണ്ട് ഒക്കെ കേട്ട് അവനിങ്ങനെ എഴുന്നേറ്റിട്ട് ആരാടെ സൗണ്ട് ഉണ്ടാക്കുന്നത് എന്നിങ്ങനെ അവന് നോക്കിക്കൊണ്ടിരിക്കും. അതിനുശേഷം നമ്മുടെ സീറ്റിന്റെ അമ്മയും വന്ന് വീട് റൂം ഇങ്ങനെ തുറക്കും. അപ്പൊ നമ്മുടെ വി ഇത് കണ്ട ഉടനെ പെട്ടെന്ന് കിടക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആക്ഷൻ കാണിക്കും. അപ്പൊ അവരുടെ അമ്മ ഇങ്ങനെ വന്നിട്ട് ഓ ഇതുവരെ എഴുന്നേറ്റില്ല മോനെ, എന്നാ ശരി സീറ്റു എന്നിങ്ങനെ പതുക്കെ വിളിക്കും. അപ്പൊ നമ്മുടെ വി ചാടി എഴുന്നേറ്റിട്ട് എന്തോ ആന്റി ഞാൻ എപ്പോഴും എഴുന്നേറ്റ് എന്നിങ്ങനെ അവനും പറയും. അതിനുശേഷം ഇവരെല്ലാം കൂടെ ഇങ്ങനെ ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വിയും തിരിച്ച് ലാബിലേക്ക് അങ്ങ് പോകുന്നത്. അപ്പോഴാണ് മറ്റേ സിയും ചോദിക്കുന്നത് വി നിന്റെ ഒരു പേന ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കും. അപ്പൊ മറ്റവനും എന്റെ പേനുണ്ട് സി എന്നിങ്ങനെ പറയും. ഇത് കേട്ടവളും എന്നാ ശരി താടാ എന്നിങ്ങനെ കൈ നീട്ടും. അപ്പൊ അവൻ പറയും പക്ഷെ അത് എനിക്ക് എഴുതണം എന്നിങ്ങനെ അവനും പറയും. ഇത് കേട്ടവളും ഓ വലിച്ച് കോമഡി ആയിട്ട് വന്നേക്കും അവൻ എന്നിങ്ങനെ അവളും പറയും. അപ്പൊ നമ്മുടെ വി അവന്റെ ബാഗ് തുറന്ന് പാൻ എടുക്കാൻ പോകും. അപ്പോഴാണ് അകത്ത് മറ്റേ അണ്ടിപ്പരിപ്പ് കാണുന്നത്. അപ്പോഴാണ് അവനിങ്ങനെ ഓർക്കുന്നത് നമ്മുടെ സീറ്റ് വരുന്ന വഴിക്ക് അവന്റെ ബാഗ് ഇട്ടാണ്. അതിനുശേഷം ഇവനും പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ തിന്നാൻ നോക്കും. അപ്പോഴാണ് മറ്റേ ഭയം നോക്കിയിട്ട് എടാ നീ എന്തോടാ ലാബ് സമയത്ത് അണ്ടിപ്പരിപ്പ് കൊണ്ടുവന്നേക്കുന്നോ, ഇത് നമ്മുടെ പ്രൊഫസർ കണ്ടാ പിന്നെ മൊത്തത്തിൽ വിഷയം എന്നിങ്ങനെ പറയും. അപ്പൊ നമ്മുടെ വി സിക്ക് ഒരെണ്ണം കൊടുക്കും. ഇത് കണ്ടിട്ട് അവനും എടാ എനിക്കില്ലേ എന്നിങ്ങനെ അവനും ചോദിക്കും. അപ്പൊ നമ്മുടെ വി പറയും നീയല്ലേ പറഞ്ഞ ലാബ് ഇതൊന്നും തിന്നോടെന്ന്, ഇപ്പൊ എന്തിനാ ചോദിച്ചേ എന്ന് പറഞ്ഞിട്ട് അവസാനം ഇവർ മൂന്നുപേരും കൂടെ അണ്ടിപ്പരിപ്പ് പൊട്ടിക്കാൻ വേണ്ടി അവിടുത്തെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഇങ്ങനെ യൂസ് ചെയ്യാണ്ടിരിക്കും. ആ സമയത്താണ് നമ്മുടെ പ്രൊഫസർ കയറി വരുന്നത്. എടാ നിങ്ങളൊക്കെ എന്തോടെ ചെയ്യുന്നത്, എന്തോ ഇത് അണ്ടിപ്പരിപ്പ്, ഇത് ആരെ കൊണ്ടുവന്നേ എന്നിങ്ങനെ ചോദിക്കും. അപ്പോഴാണ് നമ്മുടെ വി ഇങ്ങനെ ചാടി എഴുന്നേറ്റിട്ട് സാർ ഞാൻ അറിയാതെ കൊണ്ടുവന്ന് എന്നിങ്ങനെ പറയും. അതിനുശേഷം ഇവര് മൂന്ന് പേരെയും സാർ ഇങ്ങനെ വരക്കുറയും. ഇനി മേല ഇങ്ങനത്തെ ഒരു സംഭവം വീണ്ടും ചെയ്യല്ലേ എന്നിങ്ങനെ പ്രൊഫസറും പറഞ്ഞിട്ട് അങ്ങ് പോകും. ഇപ്പൊ സീറ്റിന്റെ ഫ്രണ്ട് ഫൂപ്പയും കൂടെ രണ്ടുപേരും കൂടെ ലൈബ്രറിയിൽ നിന്ന് പഠിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് നമ്മൾ ഫൂപ്പയും ചോദിക്കുന്നത് നീ എപ്പോഴും എന്നെ സീറ്റിന്റെ വീട്ടിൽ കൊണ്ടുപോകും എന്നിങ്ങനെ ചോദിക്കും. ഇത് കേട്ട് അവളും നീ ആദ്യം ഇത് പഠിക്ക്, ഇപ്പൊ 2 മണിക്കൂർ ആയതുള്ളൂ, അതിനുമ്പ് നിനക്ക് സീറ്റിനെ കാണണം, നീ ഇത് ഫുള്ളും പഠിച്ചു തീർത്താ പിന്നെ ഞാൻ നിന്നെ സീറ്റിനെ കാണിക്കാൻ കൊണ്ടാവും എന്നിങ്ങനെ പറയും. ഇത് കേട്ടവനും എന്നാ ശരി എന്ന് പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ സിൻസിയർ ആയിട്ട് പഠിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇവൻ പഠിക്കുന്നത് നമ്മുടെ സീറ്റിന്റെ ഫ്രണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. കാരണം അവക്ക് ചെറുതായിട്ട് നമ്മുടെ ഫൂപ്പയോട് ഇഷ്ടം തോന്നിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ അമ്മയും വിയോട് പറയുന്നത് മോനെ എനിക്ക് വെജിറ്റബിൾസ് ക്ലീൻ ചെയ്യാൻ കുറച്ച് സഹായിക്കോ എന്നിങ്ങനെ ചോദിക്കും. അപ്പൊ നമ്മുടെ വിയും എന്നാ ശരി ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ ഇങ്ങനെ പൈപ്പ് ഇങ്ങനെ വെള്ളം തുറന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വെച്ചോണ്ടിരിക്കും. ഇത് കണ്ടിട്ട് അവരുടെ അമ്മ വന്നിട്ട് നീ എന്തോ മോനെ ചെയ്യുന്നത്, ഇങ്ങനെ പൈപ്പം തുറന്നിട്ടിട്ട് എല്ലാം ഇങ്ങനെ കഴുകിക്കൊണ്ടിരുന്ന വെള്ളം മൊത്തത്തിൽ തീർന്നു പോവല്ലേ, മോനൊരു കാര്യം ചെയ്യ് എനിക്ക് വേണ്ടി ആ ക്യാരറ്റ് ഒന്ന് വെട്ടിത്താ എന്നിങ്ങനെ പറയും. അപ്പൊ വിയും ആ ശരി ആന്റി ഞാൻ വെട്ടാൻ പോവാ എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ വെട്ടാൻ പോകും. എന്നിട്ട് അവനിങ്ങനെ ആലോചിക്കും ആന്റി ക്യാരറ്റ് എത്ര സൈസിലാണ് വെട്ടണ്ടേ എന്നിങ്ങനെ ചോദിക്കും. അപ്പൊ അമ്മയും പറയും ആ 1 സെന്റിമീറ്റർ അളവ് മോനെ എന്നിങ്ങനെ പറയും. ഇത് കേട്ടോടനെ അവനും പെട്ടെന്ന് പോയി ഒരു സ്കെയിൽ എടുത്ത് തന്നിട്ട് ഓരോരോ സെന്റിമീറ്റർ ഇങ്ങനെ അളന്നളന്ന് അവൻ ഇങ്ങനെ ക്യാരറ്റും വെട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ഞാൻ സീറ്റും വന്ന് നോക്കിയിട്ട് എന്തുവാടാ നീ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അവളിങ്ങനെ നോക്കും. അപ്പൊ അവനും പറയും ആന്റിയാ പറഞ്ഞു 1 സെന്റിമീറ്റർ ഇങ്ങനെ ക്യാരറ്റ് വെട്ടിക്കൊണ്ടിരിക്കുക എന്നിങ്ങനെ പറയുമ്പോൾ അവളും ഓ കൊള്ളാം കൊള്ളാം നീ ഒരു ഫിസിഷ്യൻ തന്നെ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവളിങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കും. അതിനുശേഷം നമ്മുടെ സീറ്റും കമ്പനിക്കാരായിട്ട് ലാപ്ടോപ്പിൽ നോക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ വിയും ബുക്കൊക്കെ എടുത്ത് പഠിച്ചോണ്ടിരിക്കും. ഇത് കണ്ടിട്ട് നമ്മുടെ സീറ്റിന്റെ അമ്മയും ഓ നിങ്ങളൊക്കെ എന്തോടി രാത്രി മൊത്തം ഇങ്ങനെ പഠിത്തവും ജോലിയൊക്കെ ആണല്ലേ, വാ നമുക്ക് പുറത്ത് എൻജോയ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും വിളിച്ചോണ്ട് പുറത്ത് വന്ന് ഇങ്ങനെ അവർ ആ സ്ഥലത്ത് പോയതിനു ശേഷം നമ്മുടെ വി സീറ്റിനോട് ചോദിക്കുന്നത് നിന്റെ അമ്മയ്ക്ക് എങ്ങനെയായിട്ട് ഇങ്ങനത്തെ സ്ഥലമൊക്കെ അറിയാം എന്നിങ്ങനെ ചോദിക്കും. അപ്പൊ അവളും പറയും ഓ എന്റെ അമ്മയെ കുറിച്ച് നീ എന്തോ വിചാരിച്ചേ, അവരിവിടെ ഇരിക്കുന്ന എല്ലാ ക്ലബ്ബും കണ്ടുപിടിക്കും എന്നിങ്ങനെ നമ്മുടെ സീറ്റും പറയും. അതിന് ഇവർക്ക് ഇങ്ങനെ ഗെയിം കളിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മുടെ വിയും പറയുന്നത് പക്ഷെ സീറ്റു ഇതെങ്ങനെ നീ കളിക്കുന്നതെന്ന് അറിയത്തില്ല എന്നിങ്ങനെ പറയും. അപ്പൊ അവളും പറയും നീ പേടിക്കണ്ട ഇവിടെ ഞാനുണ്ട്, ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്നിങ്ങനെ സീറ്റും പറയും. ഈ ഗെയിമിൽ ജയിക്കുന്ന ആൾക്ക് മൊത്തം പൈസ പോകും, കാരണം ഇത് ബെറ്റ് മാച്ച് ആണ്. അപ്പൊ ഇവർ 4 പേരുണ്ട്, ഇത് 3 പേർക്ക് ഗെയിം കളിക്കാൻ അറിയാം, നമ്മുടെ വിക്ക് ഒന്നും അറിയത്തില്ല. അങ്ങനെ ഇവർ 4 പേരും കളിച്ച് നമ്മുടെ വീടും എല്ലാവരുടെയും പൈസയും നമ്മുടെ സീറ്റിന്റെ അമ്മ ഇങ്ങനെ ജയിച്ചു വാങ്ങിക്കും. അതിനുശേഷം നമ്മുടെ വിയോട് സീറ്റ് പറയും എടാ ഞാൻ കളിക്കാം നിന്റെ പൈസ മൊത്തം പോകുന്ന എന്നിങ്ങനെ പറയും. ഇത് കേട്ട് നമ്മുടെ വിയും ഇനി വേണ്ട ഇപ്പൊ എനിക്ക് ഈ ഗെയിം എങ്ങനെയാന്ന് മനസ്സിലായി, ഞാൻ ജയിച്ചാണിക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ വി ഇങ്ങനെ കളിക്കുന്നത്. അതിനുശേഷം നടക്കുന്ന എല്ലാ കളിയിലും നമ്മുടെ വി ജയിച്ച് മൊത്ത പണവും അവനങ്ങ് ജയിക്കും. ഇത് കണ്ടിട്ട് അവരെല്ലാം ഓ എനിക്ക് വയ്യാടാ ഇനി നിന്റെ കൂടെ കളിച്ചാ ഞാൻ പിച്ചക്കാരനായി പോകും എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പിന്മാറും. അപ്പോഴാണ് അവിടെ കളിക്കാൻ വന്നവരെല്ലാം നമ്മുടെ വിയെ ചുറ്റി നിന്നിട്ട് ഓ ഇവന് നല്ല ബുദ്ധിയാ എന്നിങ്ങനെ പറയും. അപ്പൊ നമ്മുടെ സീറ്റിന്റെ അമ്മയും നിങ്ങൾ എന്തോ അവനെ കുറിച്ച് വിചാരിച്ചേ, അവനൊരു ഫിസിഷ്യനാ, അവനൊക്കെ ഒരു സയന്റിസ്റ്റ് ആകാനുള്ള, നമുക്കൊക്കെ ലക്ക് ഉണ്ടായതുകൊണ്ടാ ജയിച്ചേ, പക്ഷേ ഇവന് ബ്രെയിൻ ഉണ്ട് അതുകൊണ്ടാണ് നമ്മളെ അവനെ തോപ്പിക്കാൻ പറ്റാത്ത എന്നിങ്ങനെ സീറ്റിന്റെ അമ്മയും പറയും. അതിനുശേഷം നമ്മുടെ വിയും ആ ജയിച്ച പൈസ മൊത്തം നമ്മുടെ സീറ്റിന്റെ കൊടുക്കും. അതിനുശേഷം വീട്ടിൽ വന്നിട്ട് ഇവർ വീണ്ടും ഇങ്ങനെ പഠിച്ചോണ്ടിരിക്കും. അവളിങ്ങനെ ലാപ്ടോപ്പ് നോക്കിക്കൊണ്ടിരിക്കും. ഇത് കണ്ടിട്ട് നമ്മുടെ അമ്മയും ഓ ഇവരെ കൊണ്ട് തോറ്റി, സീറ്റു നീ ഒന്ന് എഴുന്നേറ്റ് സോഫയിൽ താഴെ ഇരുന്ന പിന്നെ നിനക്ക് പനി പിടിക്കും എന്ന് പറഞ്ഞ് സീറ്റിന് സോഫ ഇരുത്തുന്നത്. നമ്മുടെ അമ്മയുടെ പ്ലാൻ ഇവർ രണ്ടുപേരും ഒരുമിച്ചിരുത്താൻ വേണ്ടിയാണ്. അപ്പൊ നമ്മുടെ അമ്മയും വി അങ്ങോട്ട് മാറിയിരിക്കാൻ പറഞ്ഞിട്ട് എടാ നീ അങ്ങോട്ട് മാറിയിരിക്കടാ ഞാൻ ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ വി അങ്ങോട്ട് മാറ്റിയിരുത്തും. അതിനുശേഷം ഇവർ അങ്ങോട്ട് തള്ളി നമ്മുടെ സീറ്റിനെ ഒട്ടിപ്പിടിച്ചങ്ങ് ഇരുത്തും. അതിനുശേഷം ഇവർ രണ്ടുപേരും ഇങ്ങനെ ഫുഡ് കഴിച്ചോണ്ടിരിക്കും. ഇത് കണ്ടിട്ട് നമ്മുടെ അമ്മയും ഓ നിങ്ങൾ രണ്ടുപേരും ഒരേ കണക്കാണല്ലോ കഴിക്കുന്നത്, നിങ്ങളെ കണ്ട കുറെ വർഷമായിട്ട് ഒരുമിച്ച് ജീവിച്ച കണക്കെ ഉണ്ട് എന്നിങ്ങനെ പറയും. ഇത് കേട്ട് അവർ രണ്ടുപേരും എന്തുവാ എന്നിങ്ങനെ അങ്ങോട്ട് നോക്കും.
എന്നിട്ട് സീറ്റു അവളോട് അമ്മയോട് ചോദിക്കും, അമ്മ കുറെ നേരം കൊണ്ട് ഞാൻ സഹിച്ചോണ്ടിരിക്കുക, അമ്മ എന്തൊക്കെയാ പറഞ്ഞു കൂട്ടുന്നത്? അമ്മ വിചാരിക്കുന്ന കണക്ക് ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല, അമ്മ ഒന്ന് മിണ്ടായിരിക്കാവോ? അത് മാത്രല്ല ഇന്നലെ രാത്രി പോവാന്ന് പറഞ്ഞാ ഇപ്പൊ അടുത്ത ദിവസം രാത്രിയായി, എന്നാ ഇങ്ങി ഇറങ്ങി പോന്നെ എന്നിങ്ങനെ നമ്മൾ സീറ്റും ചോദിക്കും. ഇത് കേട്ട് അവളുടെ അമ്മയും, നീ എന്തുവാടി കുറെ അങ്ങ് സംസാരിക്കുന്ന, ഈ വീട്ടിന്റെ ഓണർ ഇവനാ, ഇവൻ പോലും പറഞ്ഞില്ലല്ലോ എന്നെ ഇതുവരെ പുറത്തു പോവാൻ, അല്ലേ മോനെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ വിയും കുഴപ്പമില്ല ആന്റി ഇവിടെ തന്നെ ഇരുന്നോ എന്നിങ്ങനെ വി ഇങ്ങനെ തലയാട്ടും. അടുത്ത ദിവസം ഇവര് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അമ്മയും ചോദിക്കുന്നത്, മോനെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ സ്കൂളിൽ പോന്നെ എന്നിങ്ങനെ ചോദിക്കും. അപ്പൊ നമ്മുടെ വിയും ഞങ്ങൾ രണ്ടും ഒരുമിച്ചാ പോന്നെ എന്നിങ്ങനെ അവനും പറയും. ഇത് കേട്ട് നമ്മുടെ സീറ്റും എന്തുവാ എന്നിങ്ങനെ അവളിങ്ങനെ നോക്കും. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ ബസ്സിൽ പോന്ന്. അപ്പൊ നമ്മുടെ സീറ്റു എപ്പോഴത്തെ പോലെ ഒരു സീറ്റ് ഇങ്ങനെ മാറിയിരിക്കുന്നത്. സാധാരണ നമ്മുടെ വി ഒക്കെ ബാക്ക് സീറ്റിലാണ് പോയിരിക്കുന്നത്, പക്ഷെ ഈ പ്രാവശ്യം നമ്മുടെ സീറ്റിന്റെ അടുത്ത് നിന്നിരിക്കും. ഇത് കണ്ട് അവൾ തന്നെ ഇങ്ങനെ ഷോക്കാവും, ഇതാരാ വി തന്നെയാണോ എന്നിങ്ങനെ അവളിങ്ങനെ നോക്കും. അതിനുശേഷം നമ്മുടെ വിയും ചോദിക്കുന്നത്, നിനക്ക് ഇതിനു മുമ്പ് ഇഷ്ടപ്പെട്ട പരിപാടിയൊക്കെ കേൾക്കുമായിരുന്നല്ലേ, അതിന്റെ പുതിയ റിലീസായി, നീ കേട്ടോ എന്നിങ്ങനെ ചോദിക്കും. ഇത് കേട്ട് നമ്മുടെ സീറ്റും, ഞാൻ ഇപ്പം ജോലി ബിസി ആയതുകൊണ്ട് ഞാൻ ഒന്നും കേൾക്കാറില്ല എന്നിങ്ങനെ പറയും. ഇത് കേട്ട് നമ്മുടെ വിയും, നീ പേടിക്കണ്ട ഞാൻ പുതിയ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. ഇങ്ങനെ നമ്മുടെ വിയും സീറ്റിനെ പ്രേമിക്കാൻ തുടങ്ങി. അതിനുശേഷം നമ്മുടെ ഫൂപ്പയെ കാണിക്കുന്നത്. ഫൂപ്പ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സീറ്റിന്റെ അമ്മയെ കാണുന്നത്. ഇത് കണ്ടിട്ട് അവനടുത്ത് വന്നിട്ട്, ആന്റി എവിടെ പോന്ന് എന്നിങ്ങനെ ചോദിക്കും. ഇത് കേട്ട അമ്മയും, ഞാനോ, നീ ആരാ അതിന് എന്നിങ്ങനെ ചോദിക്കും. അപ്പൊ നമ്മുടെ ഫൂപ്പയും, ആന്റി എന്നെ ഓർമ്മയില്ലേ, ഞാനാ ഫൂപ്പെ, ഹൈസ്കൂളിൽ സീറ്റിന്റെ ഫ്രണ്ട് എന്നിങ്ങനെ പറയും. ഇത് കേട്ട അമ്മ ഇവനെ അറിയാതെ തന്നെ അഭിനയിക്കും. എനിക്ക് പ്രായമായി മോനെ, അതുകൊണ്ട് ആരും ഇങ്ങനെ ഓർമ്മിക്കാൻ പറ്റത്തില്ല, ഞാൻ പോവാണ് എന്നിങ്ങനെ പോവാൻ നോക്കും. ആ സമയത്താണ് നമ്മുടെ സീറ്റ് വന്നിട്ട്, അമ്മ ആരോടെ സംസാരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കും. അപ്പോഴാണ് ഫൂപ്പയും കണ്ടിട്ട് അവളിങ്ങനെ ഷോക്കായി നിൽക്കും. അപ്പോഴാണ് നമ്മുടെ സീറ്റിന്റെ അമ്മയും, വാടി നമുക്ക് ഇവിടെ നിന്ന് പോവാം എന്നിങ്ങനെ പറയും. അപ്പൊ നമ്മുടെ ഫൂപ്പയും ബാക്കി കൂടെ ആന്റി എന്നിങ്ങനെ വിളിച്ചോണ്ടിരിക്കും. പക്ഷെ ഇവർ രണ്ടുപേരും മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് പോകും. അതിനുശേഷം രാത്രി സീറ്റുവിനോട് അവളുടെ അമ്മ പറയുന്നത്, എടി നീ ഇപ്പോഴും ഫൂപ്പയെ പ്രേമിക്കുന്നുണ്ടോ? ഞാൻ വിചാരിച്ചു നീ ഹൈസ്കൂളോടെ നിർത്തിയെന്ന്, ഇപ്പോഴും അവന്റെ പുറകെ നടന്നോണ്ടിരിക്കുകയാണോ? നിനക്ക് നാണമില്ലേടി? അവൻ നിനക്ക് ചെയ്തേക്ക് നീ മറന്നോ? ഞാൻ അവനൊരു ചീത്ത പയ്യെന്ന് പറയാൻ വരുമല്ല, പക്ഷെ അവൻ കാരണം നീ ഒരു ദിവസം റൂം മൊത്തം അടച്ചിട്ടിട്ട് കരഞ്ഞ് നിനക്ക് ഓർമ്മയില്ലേ സ്കൂളിന്റെ അവസാനം എന്നിങ്ങനെ സീറ്റിന്റെ അമ്മയും പറയും. ഇത് കേട്ട് അവളും, അമ്മ അതൊക്കെ പഴയതാ, ഇപ്പൊ ഞങ്ങൾ അത്രയ്ക്ക് സംസാരിക്കത്തില്ല എന്നിങ്ങനെ പറയും. ഇത് കേട്ട് നമ്മുടെ സീറ്റിന്റെ അമ്മയും, അതൊക്കെ ശരി, പക്ഷേ നീ എന്ന് എത്രമാത്രം വിഷമിച്ചോ അതിനെക്കാട്ടിലും ഞാനും അച്ഛനും കൂടെ കുറെ വിഷമിച്ച്, ഇനി അത് കണക്ക് നിന്നെ കാണാൻ എനിക്ക് പറ്റത്തില്ല, അതുകൊണ്ട് നീ ഇനി ഫൂപ്പയെ കാണല്ലേ, അവനോട് മിണ്ടുകയും ചെയ്യില്ലേ എന്നിങ്ങനെ നമ്മുടെ സീറ്റിന്റെ അമ്മയും പറയും. അപ്പോഴാണ് നമ്മുടെ സീറ്റും ചോദിക്കുന്നത്, അമ്മയ്ക്ക് എങ്ങനെ അറിയാം ഫൂപ്പയെ ഞാൻ പ്രേമിക്കുന്ന കാര്യം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അമ്മയും പറയുന്നത്, എനിക്കറിയാടി, നിന്റെ ഡയറി നീ അന്ന് കരഞ്ഞോണ്ട് ഇപ്പൊ ഞാൻ വായിച്ചു നോക്കി എന്നിങ്ങനെ പറയും. ഇത് കേട്ടാലും, എന്റെ അമ്മേ നിങ്ങളോട് ആര് പറഞ്ഞു എന്റെ ഡയറി ഒക്കെ എടുത്തു നോക്കാൻ എന്നിങ്ങനെ ചോദിക്കും. ഇത് കേട്ട അമ്മയും, അതൊക്കെ വെറി, ഇനി അവനെ കുറിച്ചൊന്നും സംസാരിക്കണ്ട, ഇനി ഞാൻ നിനക്കൊരു ഗുഡ് ന്യൂസ് പറയാം, ഞാൻ നാളെ ഇവിടെ നിന്ന് പോവാ എന്നിങ്ങനെ പറയും. ഇത് കേട്ടവളും, ശരിയമ്മ പെട്ടെന്ന് ഇവിടെ നിന്ന് പോയിക്കോ എന്നിങ്ങനെ അവളും പറയും. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ സീറ്റിന്റെ അമ്മ ഇങ്ങനെ പോകാൻ വേണ്ടി പെട്ടിയൊക്കെ എടുത്തോണ്ടിരും. എന്നിട്ട് നമ്മുടെ സീറ്റിന്റെ അമ്മയും പറയുന്നത്, എടി ഞാൻ ഇവിടെ നിന്ന് പോവാ, പക്ഷേ അതിനുമുമ്പ് എനിക്കൊരു കോൺട്രാക്ട് ഉണ്ട്, ഞാൻ ഇവിടെ നിന്ന് പോയതിനു ശേഷം നീ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോയാ പിന്നെ ഞാൻ ഇവിടെ തന്നെ താമസിക്കും എന്നിങ്ങനെ പറയും. ഇത് കേട്ടവളും, എന്തോ അമ്മ പറയുന്നത്, ഞാൻ ഇവിടെ തന്നെ താമസിക്കാനോ എന്നിങ്ങനെ ചോദിക്കും. അപ്പൊ നമ്മുടെ അമ്മയും, എന്നാ ശരി ഞാൻ ഇവിടെ തന്നെ താമസിക്കാൻ പോവാ, ഞാൻ പോകുന്നില്ല എന്നിങ്ങനെ പറയും. ഇത് കേട്ടവളും, എന്നാ ശരി ഞാൻ എവിടാ സൈൻ ഇടണ്ടേ എന്ന് പറഞ്ഞിട്ട് അവൾ ആ കോൺട്രാക്ട് സൈൻ ഇടും. അതിനുശേഷം നമ്മുടെ സീറ്റിന്റെ അമ്മയും, ശരിയടി ഞാൻ ഇവിടെ നിന്ന് പോവാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സീറ്റിന്റെ അമ്മയും ബൈ ബൈ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. ആ സെക്കൻഡിൽ തന്നെ സീറ്റ് അവളുടെ റൂമിൽ ചെന്നിട്ട് ഫുൾ ഇങ്ങ് പാക്ക് ചെയ്തിട്ട് അവൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് അങ്ങ് പോകും. അതിനുശേഷം വീക്ക് അവൻ മെസ്സേജ് ഇട്ടേക്കും, ഞാൻ നിന്റെ വീട്ടിൽ നിന്ന് മാറിപ്പോയി, ഇതിനു മുമ്പ് തന്ന എല്ലാ പ്രശ്നങ്ങൾക്കും സോറി എന്നിങ്ങനെ അവളിങ്ങനെ മെസ്സേജ് ഇട്ടേക്കും. ഈ മെസ്സേജ് കണ്ട് അവനിങ്ങനെ ചെറുതായിട്ട് വിഷമിക്കും. ഇങ്ങനെ നമ്മുടെ സീറ്റ് അവിടെ നിന്ന് പോയതിനു ശേഷം ജോലി കാര്യമായിട്ട് ഇവള് കഴിക്കുമ്പോഴും റൂമിൽ ഇരിക്കുമ്പോൾ മൊത്തം ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും, കാരണം അത്രയും ജോലി നമ്മുടെ സീറ്റിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ വിയും അവന്റെ ക്ലാസ് കഴിഞ്ഞ ശേഷം വീട്ടിൽ വരുന്നത്. വീട്ടിൽ വന്നിട്ട് ആ മതിലൊക്കെ നോക്കുമ്പോൾ ഡോറിമോനൊക്കെ ഇങ്ങനെ കാണുന്നത്. അപ്പൊ അവന് നമ്മുടെ സീറ്റിന്റെ പഴയ മെമ്മറീസ് ഒക്കെ ഇങ്ങനെ ഓർമ്മ വരുന്നത്, അതായത് ഇവർ വീട്ടിൽ ഇരുന്നപ്പം. അങ്ങനെ നമ്മുടെ വി സീറ്റിനെ കുറിച്ച് ആലോചിച്ച് അവനിങ്ങനെ വിഷമിക്കുന്നത്. ഇപ്പൊ നമ്മുടെ സീറ്റ് രാത്രി മൊത്തം ഇങ്ങനെ ജോലി ചെയ്തിട്ട് അവൾ ഹോസ്റ്റലിൽ വരുന്നത്. അപ്പോഴാണ് അവിടുത്തെ സ്റ്റാഫ് വന്നിട്ട്, എന്തുവാടി ഇത്ര സമയത്ത് നീ എവിടെ പോന്ന് എന്നിങ്ങനെ ചോദിക്കും. അപ്പൊ അവളും പറയും, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറച്ച് ജോലിയുണ്ട്, ഞാൻ കമ്പനി കുറെ സമയം ജോലി ചെയ്തു അതുകൊണ്ടാ താമസിച്ചത് എന്നിങ്ങനെ പറയും. അപ്പൊ അവരും, എന്നാ ശരി ഇതാ നിന്റെ ലാസ്റ്റ് ടൈം, ഇനി മേലെ ആവർത്തിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവരെങ്ങനെ പറഞ്ഞു വിടുന്നത്. അടുത്ത ദിവസം നമ്മുടെ സീറ്റ് ക്ലാസ് കഴിഞ്ഞിട്ട് ഇങ്ങനെ പുറത്തു വരുമ്പോഴാണ് വേറൊരു പെണ്ണ് വന്നിട്ട്, എടി നീ പരസ്യങ്ങളൊക്കെ ചെയ്യല്ലേ, എനിക്കൊരു സഹായം ചെയ്തു തരാമോ, എനിക്കൊരു പ്രോജക്റ്റ് ഉണ്ട് അതിന് നീ ഹെൽപ്പ് ചെയ്യണം എന്നിങ്ങനെ ചോദിക്കും. അപ്പൊ സീറ്റും പറയും, അയ്യോ പക്ഷെ എനിക്ക് കമ്പനി കുറെ ജോലിയുണ്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നിങ്ങനെ പറയും. അതിന് ഇവളിങ്ങനെ ആലോചിച്ച് നോക്കും, നമ്മുടെ വി ഇതിനു മുമ്പ് പറഞ്ഞായിരുന്നു നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുന്നതാണ് നല്ലത് എന്നിങ്ങനെ പറയും. ഇതുപോലെ നമ്മുടെ സീറ്റും, എന്നാ ശരി ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം എന്നിങ്ങനെ അവളെ സമ്മതിക്കുന്നത്. അതിനുശേഷം അവൾ അവളുടെ റൂമിൽ ചെന്ന് ഈ പ്രോജക്റ്റ് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് മറ്റേ കൂട്ടുകാർ വന്നിട്ട്, എടി നീ എന്തിനാണ് ഇത് ചെയ്യുന്നത്, നിന്റെ പ്രോജക്റ്റ് കുറെ കാണൂല്ലേ, നീ എന്തിനാ വേറൊരു പെണ്ണിന്റെ ഒക്കെ ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിക്കും. അപ്പൊ അവളും പറയും, ഞാൻ കമ്പനിയിൽ നിന്ന് പുറത്തുവരാൻ പോവാ, എനിക്ക് ഇഷ്ടപ്പെട്ട ജോലിയെ ഞാൻ ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് ആ കമ്പനി ഞാൻ റിസൈൻ ആകാൻ പോകുന്ന പറഞ്ഞിട്ട് നമ്മുടെ സീറ്റും അടുത്ത ദിവസം ആ കമ്പനിയിൽ നിന്ന് റിസൈൻ ആകും. അതേസമയം നമ്മുടെ വി ലാബ് എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്തോണ്ടിരിക്കും. പക്ഷെ അവന്റെ മൂഡ് മൊത്തം നമ്മുടെ സീറ്റിനെ കുറിച്ച്. അവൾ വീട്ടിൽ നിന്ന് പോയതിനു ശേഷം അവൻ പഠിത്തത്തിൽ കോൺസെൻട്രേഷൻ ചെയ്യത്തില്ല, അതുകൊണ്ട് അവൻ വീണ്ടും നമ്മുടെ സീറ്റിനെ കാണാൻ വേണ്ടി അവളുടെ ഹോസ്റ്റലിന്റെ പുറത്തേക്കും. അപ്പോഴാണ് നമ്മുടെ സീറ്റും പുറത്ത് വന്നിട്ട്, വി നീ എന്ത് ഇവിടെ എന്നിങ്ങനെ ചോദിക്കും. ഇത് കേട്ട് നമ്മുടെ വിയും, ഞാൻ
ചുമ്മാ ഇങ്ങോട്ട് വന്നയാ, നീ ഇപ്പൊ എങ്ങോട്ട് പോവാ എന്നിങ്ങനെ അവനും ചോദിക്കും. അപ്പോഴാണ് അവളും പറയുന്നത്, ഓ ഞാനോ, എനിക്കിപ്പോ ഒരു ഇന്റർവ്യൂ ഉണ്ട്, വേറെ ഏതാണ്ട് ഒരു അഡ്വർടൈസ്മെന്റ് കമ്പനി തന്നെ വിളിച്ച് അതിന്റെ ഇന്റർവ്യൂവിന് പോവാ എന്നിങ്ങനെ പറയും. ഇത് കേട്ട് നമ്മുടെ വിയും എന്നാ ശരി വാ എന്റെ കൂടെ പോവാം എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ ആ ഇന്റർവ്യൂവിന് പോകുന്നു. അതിനുശേഷം നമ്മുടെ സീറ്റും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകും. നമ്മുടെ വി അവർക്ക് വേണ്ടി കുറെ സമയം ഇങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്യും. അതിനുശേഷം നമ്മുടെ സീറ്റും വരും. അപ്പൊ നമ്മുടെ വിയും ചോദിക്കുന്നത് ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു, ജയിച്ചോ എന്നിങ്ങനെ ചെയ്യും. അപ്പൊ അവളും പറയും ലിസ്റ്റിനകത്ത് പേര് തന്നിട്ടുണ്ട്, അവരെന്നെ വിളിച്ചു പറയായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും തിരിച്ച് ഹോസ്റ്റലിൽ അങ്ങ് പോകുന്നു. അപ്പൊ നമ്മുടെ സീറ്റും അവളുടെ ഹോസ്റ്റലിൽ കയറിപ്പോവും. നമ്മുടെ വി അവിടെ നിന്ന് പോകാതെ കുറെ സമയം അവിടെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോഴാണ് അവിടുത്തെ സ്റ്റാഫും വന്നിട്ട്, എടാ നീ കുറെ സമയം കൊണ്ട് ഗേൾസ് ഹോസ്റ്റലിന്റെ പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നല്ലേ, കൈയൊരു പേപ്പറുണ്ട്, നീ എല്ലാം വിൽക്കാൻ വന്നേക്കാണോ എന്നിങ്ങനെ ചോദിക്കും. ഇത് കേട്ടിട്ട് നമ്മുടെ വിയും അല്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ പ്രൊഫസർ കയറി എന്നിട്ട് ഇവൻ എന്റെ സ്റ്റുഡന്റാ, ഇവൻ വിൽക്കാൻ വന്നൊന്നല്ല എന്നിങ്ങനെ വിയെ സപ്പോർട്ട് ചെയ്ത് പറയും. നമ്മുടെ പ്രൊഫസറിനെ കണ്ട ആ കോളേജ് ഇരിക്കുന്ന എല്ലാവരും പേടിക്കും, പക്ഷെ ഈ വാർഡനെ കണ്ടാൽ മാത്രം നമ്മുടെ പ്രൊഫസർ പേടിക്കും. അതിനുശേഷം നമ്മുടെ പ്രൊഫസർ അവിടെ നിന്ന് പോകുന്നു. അപ്പോഴാണ് നമ്മൾ വിയും കണ്ടിട്ട് നിങ്ങളെ കണ്ടാൽ മാത്രം ഒന്ന് പ്രൊഫസർ പേടിച്ചു വന്നേ, നിങ്ങൾ ആരാ എന്നിങ്ങനെ ചെയ്യും. അപ്പോഴാണ് ആ ലേഡിയും പറയുന്നത്, മോനെ അയാളെന്റെ ഭർത്താവാ, എന്നെ അയാളെല്ലാം ചെയ്ത് ഞാൻ പിന്നെ വീട്ടിൽ ചെന്നിട്ട് അയാൾ പൊക്കിയെടുത്തടിക്കും എന്നിങ്ങനെ ആ സ്റ്റാഫും പറഞ്ഞിട്ട് അങ്ങ് പോകും. അതിനുശേഷം നമ്മുടെ വി വീട്ടിൽ എത്തിയിട്ട് ഈ സീറ്റുവിനെ എങ്ങനെയൊക്കെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവരണല്ലേ എന്നിങ്ങനെ അവനിങ്ങനെ പ്ലാൻ ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് നമ്മൾ സീറ്റോട് അമ്മ അടിച്ചിട്ട്, മോനെ സീറ്റു ഇപ്പോഴും വീട്ടിൽ തന്നെയാണോ, അല്ല ഞാൻ പോയതിനു ശേഷം അവൾ തിരിച്ച് അവളുടെ റൂമിൽ തന്നെ പോയോ എന്നിങ്ങനെ ചോദിക്കും. ഇത് കേട്ട് നമ്മുടെ വിയും സീറ്റു അവൾ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് എന്നിങ്ങനെ സീറ്റു സപ്പോർട്ട് ചെയ്ത് അവനും കള്ളം പറയും. അപ്പൊ അവർ അമ്മയും എന്നാ ശരി മോനെ, എന്റെ ഒരു കോൺട്രാക്ട് ഉണ്ട്, ഞാനും സീറ്റും തമ്മിലുള്ള ഈ കോൺട്രാക്ട് നിനക്ക് ഞാൻ ലെറ്റർ വഴി അയച്ചു തരാം എന്നിങ്ങനെ പറഞ്ഞിട്ട് അവരങ്ങ് ഫോൺ കെട്ടിയും. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ വിയും എന്നാ ശരി അവൾ ഇവിടെ വരാൻ വെക്കാൻ എന്റെ ഒരു പ്ലാൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിയും സീറ്റിനെ വിളിച്ചിട്ട്, സീറ്റു നിന്റെ അമ്മ ഇപ്പൊ വിളിച്ചായിരുന്നു, നിന്റെ അമ്മ ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പോവാന്ന് എന്നിങ്ങനെ പറയും. അപ്പൊ നമ്മുടെ സീറ്റും എന്തോ എന്റെ അമ്മ വരാൻ വന്നു, അയ്യോ ഞാൻ അവിടെ പെട്ടെന്ന് വരുവാ എന്ന് പറഞ്ഞിട്ട് അവളുടെ ഡ്രസ്സൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അവളുടെ കൂട്ടുകാരും കണ്ടിട്ട്, എടി സീറ്റു ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വരാം എന്നിങ്ങനെ അവളും പറയും. അവളെ നമുക്ക് വാങ്ങെന്ന് വിളിക്കാം. അതിനുശേഷം വാങ്ങും സീറ്റും കൂടെ നമ്മുടെ വീട്ടിലേക്ക് അങ്ങ് പോകുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മുടെ സീറ്റിന്റെ അമ്മ അവിടെ വരുന്നില്ല. ഇതൊക്കെ നമ്മുടെ സീറ്റ് തിരിച്ചു വരാൻ വേണ്ടിയുള്ള ഒരു പ്ലാനാണിത്. അപ്പൊ നമ്മുടെ സീറ്റും പെട്ടെന്ന് ഓടി വന്നിട്ട്, എവിടെ എന്റെ അമ്മ അതിനും എത്തിയോ എന്നിങ്ങനെ ചെയ്യും. അപ്പൊ നമ്മുടെ വിയും, ഓ നിന്റെ അമ്മ എന്നെ ഇപ്പൊ വിളിച്ച്, നിന്റെ അമ്മ പറഞ്ഞ് വരാൻ പറ്റത്തില്ല, ഏതാണ്ടൊക്കെ ജോലി ഉണ്ടെന്ന് എന്നിങ്ങനെ പറയും. ഇത് കേട്ടോളും, ഓ ഇപ്പോഴേ എനിക്ക് സമാധാനമായി, ഇനി നമുക്ക് തിരിച്ച് ഹോസ്റ്റലിൽ തന്നെ പോകാം എന്നിങ്ങനെ അവരിങ്ങനെ പോകാൻ നോക്കും. അപ്പോഴാണ് നമ്മുടെ വാങ്ങ് നിർത്തിയിട്ട്, എടി നിക്കടി നിന്നെ കാണാൻ ഒരാൾ ഇവിടെ വരും എന്നിങ്ങനെ പറയും. അപ്പൊ അവളും അതാരാടി എന്നിങ്ങനെ ചോദിക്കുമ്പോഴാണ് പുറത്തിങ്ങനെ ഡോർ ഇട്ടുന്നത്. ഇവളും ഡോർ തുറന്നു നോക്കുമ്പോഴാണ് അവിടെ നമ്മുടെ ഫൂപ്പയെ കൈ 2 കവറും വെച്ചോണ്ട്, ഹായ് സീറ്റു നിനക്ക് കമ്പനി ജോലി ഇട്ടെന്നറിഞ്ഞ് അതിന് പാർട്ടി ചെയ്യാൻ വേണ്ടി വന്നേ എന്ന് പറഞ്ഞിട്ട് അവനകത്ത് കയറും. ഫൂപ്പയെ കണ്ടിട്ട് നമ്മുടെ സീറ്റും, എടി ഇവനാരെ എങ്ങോട്ട് വിളിച്ചത് എന്നിങ്ങനെ ചോദിക്കും. അപ്പൊ നമ്മുടെ വാങ്ങും പറയും, ഞാനാ ഇവൻ ഇൻവൈറ്റ് ചെയ്ത് എന്നിങ്ങനെ പറയും. അതിനുശേഷം ഇവർ 4 പേരും കൂടെ അന്ന് രാത്രി ഒരു പ്രേത സിനിമ കാണുന്നത്. നമ്മുടെ വിയെ വിളിച്ച് ബാക്കി 3 പേര് ഇങ്ങനെ പേടിച്ചോണ്ടിരിക്കും. നമ്മുടെ വി ഏതാണ്ടൊക്കെ കോമഡി സിനിമ കാണുന്ന കണക്ക് അവനിങ്ങനെ നോക്കി ചിരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് നമ്മുടെ ഫൂപ്പയും ചോദിക്കുന്നത്, സീറ്റു നീ ഇവന്റെ കൂടെ താമസിക്കാൻ കാരണം നിന്റെ അമ്മ പറഞ്ഞോണ്ടാണോ, ഇതെന്നോട് മുമ്പേ നീ പറഞ്ഞോടായിരുന്നോ, ഞാൻ ചുമ്മാ തെറ്റിരിച്ച് എന്നിങ്ങനെ പറയും. ഇത് കേട്ട് നമ്മുടെ സീറ്റും, ഞാനിത് നിന്നോട് പറയണം, നീ എന്റെ ബോയ് ഫ്രണ്ട് ആണോ എന്നിങ്ങനെ അവളും നമ്മുടെ ഫൂപ്പയെ അവോയ്ഡ് ചെയ്ത് പറയും. ഇത് കേട്ടിട്ട് അവൻ ഇങ്ങനെ വിഷമിക്കും. അപ്പോഴാണ് നമ്മുടെ ഫൂപ്പയും കുറെ ഡ്രിങ്ക്സ് ഒക്കെ അടിച്ചിട്ട് അവന് ബോധമില്ലായി പോകും. അപ്പോൾ സിനിമയെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വാങ്ങും, ഫൂപ്പയെ നമുക്ക് ഇവിടുന്ന് പോകണം എന്നിങ്ങനെ വിളിക്കും. പക്ഷെ നമ്മുടെ ഫൂപ്പയെ അവിടെ ബോധമില്ല കിടക്കുവാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ വിയും, ഞാൻ നിനക്ക് വെള്ളം എടുത്ത് തരാം എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ വെള്ളം എടുക്കാൻ പോകും. അതിനുശേഷം വിയും സീറ്റിനെ വിളിച്ചിട്ട്, സീറ്റു എനിക്ക് തേനെടുക്കുക ഹെൽപ്പ് ചെയ്യോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സീറ്റും കിച്ചണിൽ പോകുന്നു. ആ സമയത്താണ് നമ്മുടെ ഫൂപ്പയെ അവൾ വിളിച്ചോണ്ടേയിരിക്കും. നമ്മുടെ ഫൂപ്പയെ ഇങ്ങനെ പതുക്കെ എഴുന്നേറ്റ് നോക്കുമ്പോൾ നമ്മുടെ വാങ്ങിനെ അവന് സീറ്റുമായിട്ട് കാണും. ഇത് കണ്ടിട്ട് അവനും സീറ്റു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിസ് ചെയ്യാൻ പോകും. അപ്പോഴാണ് നമ്മുടെ സീറ്റും കണ്ടിട്ട് പെട്ടെന്ന് ഗ്ലാസ് ഇങ്ങനെ തറയിടും. ഈ സൗണ്ട് കേട്ടപ്പോഴാണ് നമ്മുടെ ഫൂപ്പയ്ക്ക് ബോധം വരുന്നത്. അപ്പോഴാണ് സീറ്റു നോക്കിയിട്ട് സീറ്റു എന്നിങ്ങനെ അവനും വിളിക്കും. ഇത് കണ്ടിട്ട് നമ്മുടെ സീറ്റും ദേഷ്യത്തി, മര്യാദയ്ക്ക് നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് പുറത്തോ എന്നിങ്ങനെ അവളും ദേഷ്യത്തി പറഞ്ഞിടും. അതിനുശേഷം നമ്മുടെ സീറ്റും അകത്തിരുന്ന് ഇവളിങ്ങനെ വിഷമിച്ചോണ്ടിരിക്കും. അങ്ങനെ അടുത്ത ദിവസം രാവിലെ നമ്മുടെ സീറ്റും വിയോട് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് പോവാന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ ഇറങ്ങും. അപ്പോഴാണ് നമ്മുടെ വി ഇങ്ങനെ ആലോചിക്കും, ഇവൾ ഇവിടെ നിന്ന് പോകാതിരിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണല്ലേ എന്നിങ്ങനെ അവൻ ആലോചിച്ചിട്ട് നമ്മുടെ സീറ്റിനോട് പറയുന്നത്, ഇന്നലെ രാത്രി നിങ്ങൾ മൊത്തം കുറെ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചില്ലേ, അതൊക്കെ ആര് ക്ലീൻ ചെയ്യും, മര്യാദയ്ക്ക് ഇത് ക്ലീൻ ചെയ്തിട്ട് നീ പോയാൽ മതി എന്നിങ്ങനെ വിയും പറയും. അപ്പോഴാണ് അവളും പറയുന്നത്, നീ എഴുന്നേൽക്കുന്നതിന് മുമ്പേ ഞാൻ വീട് മൊത്തത്തിൽ ക്ലീൻ ചെയ്ത്, വേണമെങ്കിൽ നീ പോയി നോക്ക് എന്നിങ്ങനെ അവളും പറയും. ഇത് കേട്ടിട്ട് നമ്മുടെ വിക്ക് അടുത്ത് എന്തോ പറയാന്ന് അറിയത്തില്ല. അപ്പോഴാണ് നമ്മുടെ സീറ്റിനോട് അവൻ പറയുന്നത്, ആ ശരി ഈ മതിലൊക്കെ നിന്നെ ഡോറിമോൻ ഇട്ടേക്കുന്നില്ല, ഇതൊക്കെ ആരിളക്കും, പിന്നെ നീ ഇളക്കാൻ പോകുമ്പോഴേ ഈ സ്റ്റിക്കർ ഇളക്കിയ ആ പെയിന്റ് ഒന്നും പോലും, ഒരുപക്ഷെ പെയിന്റ് പോയാൽ നീ പൈസ തരേണ്ടി വരും, ആ പൈസ തരാൻ നീ കുറെ സമയം ഇവിടെ താമസിക്കേണ്ടി വരും എന്നിങ്ങനെ പറയും. ഇത് കേട്ട് നമ്മുടെ സീറ്റ് പെട്ടെന്ന് ആ സ്റ്റിക്കറും കളിക്കിട്ട്, കണ്ടോ ഒരു പെയിന്റ് പോലും പോയില്ല എന്നിങ്ങനെ അവളും പെട്ടെന്ന് ഇങ്ങനെ ഇളക്കും. അപ്പൊ നമ്മുടെ വീക്കും അടുത്ത് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. ആ സമയത്താണ് പുറത്ത് വെച്ചാൽ ഡോർ ഇട്ടിട്ട്, സാർ നിങ്ങൾക്ക് പോസ്റ്റ് വന്നേക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മുടെ വീടേ കൊടുക്കും. നമ്മുടെ വി ആ പോസ്റ്റർ നോക്കുമ്പോഴാണ് നമ്മുടെ സീറ്റുയുടെ അമ്മ എഴുതി വെച്ചേക്കുന്ന ആ കോൺട്രാക്ട്. അപ്പോഴാണ് അവൻ ഒരു പിടി കിട്ടുന്നത്, ആ ശരി സീറ്റു നീ ഇവിടെ നിന്ന് പോയാൽ പിന്നെ നിന്റെ അമ്മയായിട്ട് ഒരു കോൺട്രാക്ട് ഉണ്ടല്ലേ, അത് ഞാൻ നിന്റെ അമ്മയോട് പറയും എന്നിങ്ങനെ അവനിങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യും. ഇത് കേട്ടിട്ട് അവളും എന്നാ ശരി ഞാൻ ഇവിടെ തന്നെ താമസിക്കാം എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അവിടെ തന്നെ താമസിക്കുന്നു. അങ്ങനെ അന്ന് രാത്രി നമ്മുടെ സീറ്റ് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ സീറ്റും അറിയാതെ നമ്മുടെ വിയും ബുക്ക് വായിക്കുമെന്ന് പറഞ്ഞിട്ട് അവളെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ സീറ്റും വി നോക്കുന്ന ഇങ്ങനെ കാണും. അപ്പൊ അവളും ആ വിഷയം
മാറ്റാൻ വേണ്ടി എനിക്ക് വിശക്കുന്നത്, ഞാൻ ഫ്രിഡ്ജ് വല്ലതും ഉണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ ഇങ്ങനെ തുറന്നു നോക്കും. അപ്പോഴാണ് കാണുന്നത് അകത്തൊന്നും കാണത്തില്ല. ഇത് കണ്ടിട്ട് അവളും എന്നാ ശരി നമുക്ക് വേണമെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോയി ഷോപ്പിംഗ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഇങ്ങനെ പോയി ഷോപ്പ് ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മുടെ വിയും സീറ്റിന് വേണ്ടി ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന ഒരു ഓട്ടോമാറ്റിക് മെഷീൻ വാങ്ങിക്കുന്നത്. അതിനുശേഷം ഇവർ രണ്ടുപേരും പർച്ചേസ് ഒക്കെ ചെയ്തതിനു ശേഷം തിരിച്ച് വീട്ടിലേക്ക് അങ്ങ് പോകും. അതിനുശേഷം നമ്മുടെ സീറ്റും പറയുന്നത് എന്നാ ശരി ഞാൻ എന്റെ ഫ്രണ്ട്സിനെ കാണാൻ പോട്ടു എന്ന് പറഞ്ഞിട്ട് ഇവള് വീണ്ടും ഹോസ്റ്റലിൽ പോകുന്നത്. അപ്പോഴാണ് ബാക്കി രണ്ട് ഫ്രണ്ട്സോട് ഇവൾ സന്തോഷത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ വാങ്ങിനോട് സംസാരിക്കത്തില്ല, കാരണം അന്ന് വീട്ടിൽ വെച്ച് നമ്മുടെ ഫൂപ്പയെ കിസ് ചെയ്യാൻ പോയി കാണും. ഇത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ വാങ്ങും അവളും മിണ്ടാതെ അവിടെ തന്നെ നിൽക്കും. അപ്പോഴാണ് നമ്മുടെ സീറ്റും പറയുന്നത് എടി എനിക്ക് വേറൊരു കമ്പനി ജോലി കിട്ടി എന്നിങ്ങനെ സന്തോഷത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊക്കെ നമ്മുടെ വാങ്ങും കേട്ട് അവളിങ്ങനെ സന്തോഷിക്കും. അതേസമയം വിയും ഈ കോൺട്രാക്ട് പേപ്പർ നമ്മുടെ സീറ്റുടെ കിട്ടാതിരിക്കാൻ വേണ്ടി അവനും കുറെ സ്ഥലത്ത് ഇങ്ങനെ തപ്പിയിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒളിച്ചു വെക്കുന്നത്. അതിനുശേഷം അവനും ഒറ്റയ്ക്ക് ഇരിക്കാൻ ബോറടിക്കുന്നത്. അപ്പൊ അവൻ അവന്റെ ഹോസ്റ്റലിൽ പോകും. അപ്പോഴാണ് വേറൊരു ഫ്രണ്ട് വന്നിട്ട് എടാ വി നീ ഞങ്ങളുടെ കൂടെ ഒരു ട്രിപ്പിന് വരുന്നോ, ഞാൻ എന്റെ ഗേൾ ഫ്രണ്ടും അവളുടെ കൂട്ടുകാരും വരും, ഞങ്ങളെല്ലാം ഒരു ട്രിപ്പിന് പോവാ, നീയും വരുന്നോ എന്നിങ്ങനെ ചോദിക്കും. അപ്പൊ ഇവനും പോണോ വേണ്ടെന്ന് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും. അതിനുശേഷം ഫ്രണ്ടും നീ എന്റെ കൂടെ വാടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിയും വിളിച്ചോണ്ട് ഒരു റെസ്റ്റോറന്റിൽ പോകും. അപ്പോഴാണ് അവിടെ നമ്മുടെ സീറ്റും അവളുടെ ഫ്രണ്ടും വരുന്നത്. കാരണം നമ്മുടെ സീറ്റിന്റെ ഫ്രണ്ടിന്റെ ബോയ് ഫ്രണ്ട് ആണ് നമ്മുടെ വിയുടെ ഫ്രണ്ട്. അങ്ങനെ ഇവർ നാലുപേരും കൂടെ ട്രിപ്പിനെ കുറിച്ച് സംസാരിച്ചിട്ട് നമ്മുടെ വിയും സീറ്റും കൂടെ തിരിച്ച് വീട്ടിലേക്ക് അങ്ങ് പോകും. ഇങ്ങനെ ട്രിപ്പിനെ കുറിച്ച് എല്ലാം തീരുമാനിച്ചതിന് ശേഷമാണ് നമ്മുടെ ഫൂപ്പെ ബാസ്കറ്റ് കളിച്ചിട്ട് അവൻ റൂമിലേക്ക് വരും. അപ്പോഴാണ് ആ ഫ്രണ്ടും എടാ ഫൂപ്പെ നീയും ഞങ്ങളുടെ ഒരു ട്രിപ്പിന് വരുന്നോ എന്നിങ്ങനെ അവന്മാര് ചോദിക്കും. അപ്പൊ അവന് മൂഡില്ലാതാണൊക്കെ ഇരിക്കും. അപ്പോഴാണ് അവന്മാരും പറയുന്നത് എടാ സീറ്റ് ഒക്കെ വരുന്നുണ്ട് നീ വരുന്നോ എന്നിങ്ങനെ ചോദിക്കും. അപ്പൊ സീറ്റ് വരുന്നെന്ന് പറഞ്ഞ ഉടനെ പെട്ടെന്ന് നമ്മുടെ ഫൂപ്പയും എന്നാ ശരിയടാ ഞാനും വരാം എന്നിങ്ങനെ അവനും സമ്മതിക്കും. ഇപ്പൊ നമ്മുടെ സീറ്റും ഈ വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടി അവൾ ആ കോൺട്രാക്ട് പേപ്പർ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കും. പക്ഷെ അവൾ എവിടെ തപ്പിയിട്ടും കിട്ടത്തില്ല. അപ്പോഴാണ് അവലിങ്ങനെ തീരുമാനിക്കുന്നത് എന്നാ ശരി നേരെ വിയോട് തന്നെ ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് വിയോട് ചെന്നിങ്ങനെ ചോദിക്കും. ഇത് കേട്ട് വിയും അയ്യോ അതെവിടാന്ന് എനിക്കറിയത്തില്ലല്ലോ, അത് ഇവിടെ എല്ലാം കാണും നമുക്ക് പിന്നെ തപ്പാം എന്ന് നമ്മുടെ വിയും പറയും. അതിനുശേഷം നമ്മുടെ ചുറ്റും എന്നാ ശരി ഞാൻ ഇവിടെ നിന്ന് പോകുന്ന പറഞ്ഞിട്ട് അവളങ്ങ് പോകും. അപ്പോഴാണ് നമ്മുടെ വി ആ കോൺട്രാക്ട് പേപ്പർ എടുത്തിട്ട് ഓരോ സ്ഥലത്ത് എപ്പോഴും ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും നമ്മുടെ സീറ്റുയുടെ കയ്യിൽ ആ കോൺട്രാക്ട് പേപ്പർ കിട്ടാതിരിക്കാൻ വേണ്ടി. കാരണം എന്നാൽ മാത്രമേ ഇവന് ബ്ലാക്ക് മെയിൽ ചെയ്ത് സീറ്റിന് ഇവിടെ താമസിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം അന്നത്തെ രാത്രി ഇവർ രണ്ടുപേരും ബോറടിക്കുന്നുണ്ട്. രണ്ടുപേരും ഒരു കൊച്ചു ഗെയിം കളിക്കുന്നത്. പക്ഷെ എല്ലാ കളിയിലും നമ്മുടെ വി ആണ് ജയിക്കുന്നത്. ഇത് കണ്ട് അവളിങ്ങനെ ദേഷ്യപ്പെടും. അങ്ങനെ ഇപ്പൊ അടുത്ത ദിവസം ഇവര് ട്രിപ്പിന് പോകാൻ വേണ്ടി ഇവർ രണ്ടുപേരും ഇങ്ങനെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് ഇങ്ങനെ പുറത്തിരിക്കും. അപ്പോഴാണ് പുറത്തിങ്ങനെ കാറും വരും. ഹായ് ഫ്രണ്ട്സ് പെട്ടെന്ന് അകത്ത് കയറി എന്നിങ്ങനെ വിളിക്കും. അപ്പൊ നമ്മുടെ സീറ്റും അകത്ത് കയറുമ്പോഴാണ് അവിടെ ഫൂപ്പയും ഹായ് സീറ്റു എന്നിങ്ങനെ വിളിക്കും. അവനെ കണ്ട് സീറ്റും ഷോക്കായി നിൽക്കും. അതോടെ ഇന്നത്തെ എപ്പിസോഡ് ചെയ്യുന്നു. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. കൂടുതൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ കൂടെ ലൈക്ക് ചെയ്തേക്കുക. സോ എന്നത്തെയും പോലെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.